ാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരു ദൈവവചന പഠന ക്ലാസ്സിലേക്ക് കടന്നു വരാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. ഓൾമോസ്റ്റ് ഇത് 70th ക്ലാസ്സാണ്, 70ാമത്തെ ക്ലാസ്സാണ് ഈ ഒരു സബ്ജക്റ്റിൽ, റിലേഷൻ ഓഫ് ക്രൈസ്റ്റ് ടു ദ ചർച്ച് എന്നുള്ള വിഷയത്തിൽ. നാം ചർച്ച് എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ട് ഓരോരുത്തരുമാണ്, അങ്ങനെ കൂടി വരുന്ന കൂട്ടമാണ് ഓൺലി വൺ ചർച്ച്. അത് ഇപ്പോൾ ലിറ്ററലായിട്ടുള്ള യാതൊരു ചർച്ചുകളുമല്ല. ഇപ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ സ്തോത്രം ഐഹികമല്ല എന്നുള്ളതാണ്. എൻ്റെ രാജ്യം ഐഹികമല്ല, ടാൻജിബിളല്ല, നമ്മളിലാണ് പണി നടക്കുന്നത്. ദൈവം തന്നെ കൽപ്പിച്ചാക്കിയ മോശയുടെ സമാഗമന കൂടാരം മാറിപ്പോയി. അതിനുശേഷം ശലോമോൻ തീർത്ത ആലയം മാറിപ്പോയി. അതിനുശേഷം സെരുബാബേൽ തീർത്ത ആലയം മാറിപ്പോയി. അതിനുശേഷം അതിന് പുതുക്കി പണിത് കൊടുത്ത ആലയം കല്ല് ശേഷിക്കാതെ മാറിപ്പോയി. കാരണം ക്രിസ്തു തന്നെയായിരുന്നു ആലയം. അത് മാറിപ്പോയതിനു ശേഷമാണ് പെന്തക്കോസ്ത് നാളിൽ തന്നിൽ വിശ്വസിക്കുന്ന, തൻ്റെ പാപയാഗത്തിലൂടെ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് തന്നിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ദാനമായി നമ്മളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നാം ഓരോരുത്തരും. അപ്പോൾ ഇപ്പോൾ ക്രിസ്തുവിൽ വിശ്വാസികളായിരിക്കുന്ന, വീണ്ടും ജനനം പ്രാപിച്ച് ക്രിസ്തുവിന് തൻ്റെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളാണ് അവൻ്റെ ചർച്ച്. ഇപ്പോൾ പണി നടക്കുന്നതേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ ആ വിഷയത്തിലാണ് നമ്മൾ എഫേസ്യ ലേഖനത്തെയും കൊളോസ്യ ലേഖനത്തെയും ആധാരമാക്കിക്കൊണ്ട് പല കാര്യങ്ങളും ചിന്തിച്ചു കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം കൊളോസ്യ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ നിന്ന് നമ്മളൊരു 4-5 ക്ലാസ്സുകൾ ആ ഒരു വാക്യത്തെ ആസ്പദമാക്കി എടുത്തിരുന്നു. ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, അപ്പോൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പ് എങ്ങനെയാണ് നടക്കുന്നതിനെ കുറിച്ച് കൊണ്ട് കഴിഞ്ഞ ദീർഘമായ ക്ലാസ്സുകളിൽ കൂടെ വിവരിക്കുകയുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു വാക്യം എടുത്തുകൊണ്ട് ഒരു 4-5 ക്ലാസ് മുമ്പ് അത് വ്യക്തമായിട്ട് വിവരിച്ചിരുന്നു, എങ്ങനെയാണ് ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുന്നത്. ഈ കത്ത് വായിക്കാൻ കഴിവുള്ള കൊളോസ്യ സഭയ്ക്കാണ് എഴുതുന്നത്. മരിച്ച് ഫിസിക്കലായിട്ടുള്ള ഡെത്തിന് ശേഷമുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പല്ല. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവില മറിയുടെ ഹൃദയത്തിൽ യേശു ഉരുവായതുപോലെ പരിശുദ്ധാത്മാവില നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റിൽ യേശു അല്ലെങ്കിൽ ക്രിസ്തു ജനിക്കണം. ഇതാണ് ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന അർത്ഥം. അതിന് പറയുന്നതാണ് വീണ്ടും ജനനം. അടുത്ത് പറയുന്നത് ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ. എന്താണ് വലത്തുഭാഗത്തിരിക്കുന്ന ഇടത്ത് സംഭവിക്കുന്നത്? സകല ശത്രുക്കളും തൻ്റെ കാൽക്കീഴെ ആകുവോളം തൻ്റെ പാദപീഠത്തിലാക്കും, തൻ്റെ പാദപീഠമാകണം കാത്തിരിക്കുന്നു. അത് അവൻ സ്വയമായിട്ടല്ല നടത്തുന്നത്, തൻ്റെ ശരീരം വന്ന സഭയിൽ കൂടിയാണ് നടത്തുന്നത്. നാം ഓരോരുത്തർക്കും തന്നെ അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. നമ്മളിൽ ക്രിസ്തു വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തിയാകുന്ന സകല ശത്രുക്കളെയും ദൈവസഭയുടെ തൻ്റെ ശരീരത്തിൻ്റെ കാൽ കീഴാക്കണം. ഇവിടെയാണ് വല്ലാത്ത ഡിഫൈൽമെന്റ് സഭയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. നാം ഓരോ വ്യക്തികളും നമ്മെ തന്നെ സൂക്ഷിക്കുക. മറ്റാരെയും കണ്ടം ചെയ്യാൻ പോകണ്ട, അവരെങ്ങനെ അത് പറയണം ആവശ്യമാണ്. പൗലോസ് എല്ലാം തന്നെ വളരെ ശക്തമായി ചർച്ചകൾക്ക് വാണിംഗ് കൊടുത്തിട്ടുള്ളതാണ്. അതിനേക്കാളും ശ്രേഷ്ഠമായത് നമ്മൾ പാടിയ പാട്ടിന്റെ അവസാനത്തിൽ, നിന്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കുക, നിന്റെ ആത്മാവിൽ എന്നെ സാങ്ക്ടിഫൈ ചെയ്യുക. പരിശുദ്ധാത്മാവ് നാമം കൂടെ ചേർത്ത് ചെയ്യുന്ന പ്രവൃത്തിയാണ് സാങ്ക്ടിഫിക്കേഷൻ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം നാം ചിന്തിച്ചായിരുന്നു, സ്തോത്രം, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിനോട് കൂടെ നാം മരിക്കുമ്പോൾ നമ്മുടെ ജീവൻ ക്രിസ്തുവിനോട് ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. അടുത്തൊരു കാര്യമാണ്, നമ്മുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ മധ്യാകാശത്വം വെളിപ്പെടുന്ന കാര്യം നടക്കാൻ പോകുന്നതാണ്. ഇപ്പോൾ നമ്മളിൽ വെളിപ്പെടണം. ഈ ഒരു കാര്യമാണ് പലർക്കും മനസ്സിലാകാത്തത്. ഞാൻ അനേക ക്ലാസ്സുകൾ ഈ കാര്യം വളരെ ഊന്നി പറഞ്ഞിട്ടുണ്ട്. കർത്താവ് തൻ്റെ ശരീരം, തൻ്റെ മാംസവും തൻ്റെ രക്തവും ഭക്ഷിക്കുക എന്ന കാര്യത്തെക്കുറിച്ചുകൊണ്ട് യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ വിവരിച്ച കാര്യം പലവരും പെന്തക്കോസ്തിനകത്ത് പോലും പലരും റോങ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. കാരണം ക്രിസ്തുവിനെ ഭക്ഷിക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് പറഞ്ഞപ്പോഴാണല്ലോ ശിഷ്യന്മാർ 58 പേര് ഒഴിഞ്ഞു പോയത്. ഇത് കഠിനവാക്കെന്ന് പറയും. ഇന്നും അതേപോലെ തന്നെയാണ്. കത്തോലിക്കർ അപ്പം എടുത്ത് അച്ഛൻ വാഴ്ത്തുമ്പോൾ സ്വർഗത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്ന
ക്രിസ്തുവിനെ അപ്പത്തിലേക്ക് ആവാഹിക്കുകയാണ് ചെയ്തത്, മന്ത്രവാദമാണ് ചെയ്യുന്നത്. അതിനാണ് ദിവ്യ ബലി എന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും ബലിയർപ്പിക്കുക. എബ്രായലേഖനം 9-ാം അധ്യായത്തിന്റെ നമ്മളിപ്പോ പറഞ്ഞത്, ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് വാഴ്ത്തിരുന്നുകൊണ്ട് സകല ശത്രുക്കൾ തന്റെ കാൽക്കീഴാകുവോളം കാത്തിരിക്കുന്നു പറയുമ്പോൾ 9-ാം വാക്യത്തിൽ 12-ാം വാക്യത്തിൽ 13-ാം വാക്യം 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, അവൻ ഏകയാഗത്താൽ വിശദീകരിച്ചു എന്ന്. ദൈവം സ്വന്തം വേൽക്കൊണ്ട് എഴുതി കൊടുത്ത 3-ാം പ്രമാണം, 4-ാം പ്രമാണം, അതായത് 2-ാം പ്രമാണം മാറ്റാമെങ്കിൽ എന്താ പറയുന്നത്, യാതൊരു വിഗ്രഹത്തെ ഉണ്ടാക്കരുതെന്ന് പ്രമാണം കത്തോലിക്ക മാറ്റി. എന്നിട്ട് 10-ാം പ്രമാണത്തിൽ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു 10 കമാൻഡ്മെന്റ്സ് ആക്കി. ഇത്രയും ചെയ്യാമെങ്കിൽ ഇതൊക്കെ ചെയ്തതിൽ വലിയ അത്ഭുതമുണ്ട്. മന്ത്രവാദം ആവാഹിക്കുക എന്ന് പറഞ്ഞ മന്ത്രവാദം, ദിവ്യ ബലി എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് അങ്ങനെ കൂട്ട് ഈ വചനം അറിയുമെന്ന് ക്ലെയിം ചെയ്യുന്ന അനേക പെന്തക്കോസ്തുകാർ ചിന്തിക്കുന്ന കർത്തൃമേശയാണെന്ന്. അത് ഓർമ്മയ്ക്കായി നടത്തുവാനാണ് കർത്താവ് പറഞ്ഞത്. ക്രിസ്തുവിനെ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ട്രയൽസ്, നിന്റെ സെൽഫ് വെളിപ്പെടുമ്പോൾ, നിന്നിൽ മറിഞ്ഞിരിക്കുന്ന സെൽഫ് പരിശുദ്ധാത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ അതിനെ റിനൗൺസ് ചെയ്യുക, എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കാൻ. കാരണം അത് മരണത്തിന് ഹേതുവാക്കുന്നതാണ്. അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തിയെ നിനക്ക് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അതിനെ സ്വീകരിച്ചാൽ യു വിൽ ബി റീഇൻസ്റ്റേറ്റഡ്. Dethrone yourself and enthrone Christ in you. ഇതാണ് ക്രിസ്തുവിനെ ഭക്ഷിക്കുക എന്ന് പറയുന്നത്. ഇതിന് കുറച്ച് മലാക്കി 3-ാം അധ്യായത്തിൽ പല പ്രാവശ്യം വിവരിച്ചിട്ടുള്ളതാണ്. അവൻ വരുമ്പോൾ വരുന്നവർ ആര് സഹിച്ചു നിൽക്കും? കാരണം നമ്മുടെ സെൽഫിനെ അങ്ങ് റിനൗൺസ് ചെയ്യാൻ അനേകർക്ക് ഭയ. സ്വസ്നേഹം ഏറ്റവും കൂടുതലുള്ളതാണ്. സ്വസ്നേഹം. ഈ ലോകത്ത് തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ നഷ്ടപ്പെടുത്തും, അതിനെ കളയുന്നവൻ അതിനെ നേടും എന്ന് പറഞ്ഞാൽ സൂയിസൈഡ് ചെയ്യാനുള്ളതല്ല എൻ്റെ അർത്ഥം. ഏത് ട്രയലും ലോർഡ് നമുക്കത് വെളിപ്പെടുമ്പോഴാണ് മനസ്സിലാകുന്നത് അവൻ സർവസമ്പൂർണ്ണൻ. ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നു. എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. ആകാശം ഭൂമി ഒഴിഞ്ഞു പോയാലും ഒഴിഞ്ഞു പോകാത്ത വചനമാണത്. അവൻ തന്നെ നിത്യജീവൻ, അവൻ സത്യദേവൻ നിത്യജീവനുമാകുന്നു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചതാണ്. അപ്പോൾ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അത് ഫിസിക്കലായിട്ട് നടക്കാൻ പോകുന്ന കാര്യമാണ്. നിങ്ങളും അവരോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ മറിഞ്ഞിരിക്കുന്ന കാര്യം കണ്ണിന് കാണത്തക്കവണ്ണം വെളിപ്പെട്ട് വരിക, കർട്ടൻ നീക്കി കാണുക. അത് ഫിസിക്കലായിട്ട് നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സ്പിരിച്വലായിട്ട് ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി നമ്മൾ വെളിപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതിനാണ് പൗലോസ് ഫിലിപ്പിയർ 3 ലേഖനം മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്നത്. തന്റെ പാരമ്പര്യങ്ങളെ കുറിച്ചുകൊണ്ട് പറഞ്ഞിട്ട്, ഞാൻ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവം അവന്റെ പുനരുദ്ധാന ശക്തിയും അനുഭവിച്ചറിയേണ്ടുന്ന എൻ്റെ ഈ പാരമ്പര്യമൊക്കെ ഞാൻ ചപ്പും ചവറുമായിട്ട് വേണം. ഈ ചപ്പും ചവറായിട്ട് എണ്ണാനൊക്കെ പ്രസംഗിക്കും. എന്തിനു വേണ്ടിയാ? ക്രിസ്തുവിനെ നേടുക. ഈ ക്രിസ്തുവിനെ നേടുക എന്ന് പറയുന്നതാണ് ഞാൻ ഇത്രകാലം പറഞ്ഞത്, അവനെ ഭക്ഷിക്കുക. ഇതിനു വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വേണേൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. പുതിയതായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, പലരും ഇത് കേട്ട് ലൈവായിട്ട് കേൾക്കുന്നവർ കേട്ട് മടുത്തു. പാസ്റ്റർ ഇത് മാത്രമേ പറയാനുള്ളൂ. ഇതുണ്ടായി നിങ്ങൾക്ക് സർവ്വം ഉണ്ട്. ക്രിസ്തു നിങ്ങളെ വാഴുന്നെങ്കിൽ യു ഹാവ് എവ്രിതിങ്. സ്തോത്രം. ഇനി അടുത്ത കാര്യമാണ്, കുറച്ച് ലോങ് ആയിട്ട് എടുക്കാൻ പോകുന്ന കാര്യമാണ് എഫെസ്യ ലേഖനം. അതായത് ഈ 2 ലേഖനത്തിൻ്റെയും കൺക്ലൂഷനിലേക്ക് വരാൻ പോവുകയാണ്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അപ്പൊ എഫെസ്യ ലേഖനം 1-ാം അധ്യായം തുടങ്ങി, അതുപോലെ തന്നെ കൊളോസ്യ ലേഖനം 1-ാം അധ്യായം തുടങ്ങി. ഈ 2 ചർച്ചിലും ഉണ്ടായിരുന്ന ആൾക്കാർ ഏത് വിധത്തിലായിരുന്നു, എങ്ങനെയാണ് വീണ്ടും ജനം നടന്നത്, എങ്ങനെയാണ് ഏക ശരീരമായി ദൈവത്തോട് നിരപ്പിച്ചത്, എങ്ങനെയാണ് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം, തലയും ശരീരവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, ഇതിനു വേണ്ടി കൊടുത്ത വില എന്താണ്, ദേശം നമ്മൾ 69 ക്ലാസ്സിൽ കൂടെ ചിന്തിച്ചു. അതിൻ്റെ ഒരു ചെറിയ ക്രീമാണ് ഇവിടെ പറഞ്ഞത്. ആകിയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ, അതിൻ്റെ അടുത്ത് പറഞ്ഞു ഉയരത്തിലുള്ള അന്വേഷിക്കുക, ഭൂമിയിലുള്ളതല്ല. നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഭൂമിയിലുള്ള അന്വേഷിക്കേണ്ട ആവശ്യം വരില്ല. നിങ്ങൾ സ്നേഹിക്കുന്ന പിതാവ് നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ കൈകളിൽ കൊണ്ടുവന്ന് തരും. വിച്ച് ഇസ് ബെറ്റർ ഫോർ യു. നിങ്ങൾ ഇച്ഛിക്കുന്ന പോലെയല്ല, വിച്ച് ഇസ് ബെറ്റർ ഫോർ യു. അടുത്തോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടും.
ഇതെല്ലാം നമ്മൾ പ്രത്യാശയാണ്. ഇതെല്ലാം അറിഞ്ഞിട്ട് പറയാണ് എങ്ങനെയാണ് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടാൻ പ്രാപിക്കുന്നത്. ഈ മന്ന ഇസ്രായേൽ മക്കൾക്ക് മരുഭൂവാസത്തിന് ആവശ്യമായിരുന്നു, മന്ന മതിയായിരുന്നു. ഈ മന്നയിൽ സർവ്വതമുണ്ട്. ദൈവമാണത് ഡിസൈൻ ചെയ്ത് അവർക്ക് കൊടുത്തത്. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞു, ഞങ്ങൾക്ക് നിസാരമായ മന്ന മടുത്തു. ഞങ്ങൾ മിസ്രൈമിലായിരുന്നപ്പോൾ ഇറച്ചി കല്ലങ്ങൾ അടുത്തിരുന്നതും അവിടുത്തെ വെള്ളരിക്ക, മത്തങ്ങ, ഇതൊക്കെ ഞങ്ങൾ ഓർമ്മ വന്നു. ഞങ്ങൾക്ക് മാംസം ആര് തരും, ഞങ്ങൾക്ക് മാംസം ആര് തരുന്നത് കരയാൻ തുടങ്ങി. ദൈവം പറഞ്ഞു, ധാരാളം തരാം. ടൺ കണക്കിനങ്ങ് സംഗീതത്തിൽ പറഞ്ഞിരിക്കുന്നത് സമുദ്രത്തിൽ ലിവ്യാഥാന്റെ തലയെ തകർത്തുകൊണ്ട് മരുവാസികൾക്ക് ആഹാരം കൊടുത്തുന്ന 106 സംഗീതത്തിൽ പറഞ്ഞ് ചോദിച്ചതിനനുസരിച്ച് വേണ്ടത്രേ കൊടുത്തു. അവത്തോടെ കൂടെ അവന്റെ പ്രാണന് ക്ഷയവും കൂടി അയച്ചു കൊടുത്തു. ഇതാണ് ഈ മെറ്റീരിയൽ തിയോളജി പ്രസംഗിക്കുന്നവരുടെ മൂഢത, അവർക്ക് മനസ്സിലാകാത്തത്. ഈ പ്രോസ്പെരിറ്റി തിയോളജി പ്രസംഗിക്കുന്നവരുടെ മൂഢത അവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല. അവർ നിങ്ങളുടെ പ്രാണന്റെ ക്ഷയം വരുത്തത്തക്കവണ്ണമാണ് സേറ്റാനോട് ചേർന്ന് ഉപായം പ്രയോഗിക്കുന്നത്. വഞ്ചകൻ. അത് ഞാൻ ഇന്ന് പറഞ്ഞത്, ഈ അടക്കത്തിന്റെ കാര്യം പറഞ്ഞത്. പഴയ നിയമത്തിലെ അടക്കങ്ങൾ നോക്കിയാണ് സാറ, അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യോസഫ്, ഇവർക്കൊക്കെ തന്നെ, റാഹേലിനൊക്കെ തന്നെ അനുഗ്രഹീതമായിട്ടുള്ള സ്വന്തം കല്ലറയില്, വിലയ്ക്ക് വാങ്ങിയ സ്ഥലത്ത്, വിലയ്ക്ക് വാങ്ങിയ കല്ലറയില് അടക്കം കിട്ടി. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഇടയ്ക്ക് നിൽക്കുന്ന സ്നാപയോഹന്നാൻ അടക്കുമ്പോൾ തലയില്ല. ഒരു പാപിയായ സ്ത്രീ പാപത്തിനോട് എതിർത്ത് നിന്നതുകൊണ്ട് പാപിയായ സ്ത്രീയുടെ കയറത്തിലിരിക്കുകയാണ്, തലകളിരിക്കുകയാണ് യോഹന്നാന്റെ തല. പുതിയ നിയമത്തിന്റെ ഒന്നാമത്തെ മാർട്ടിർ, രക്തസാക്ഷിയായിരിക്കുന്ന സ്തെഫാനോസിന് കല്ലെറിഞ്ഞ് രക്തം മറന്നുപോയി, അവിടെ ഇട്ടേച്ച് പോയി ബോഡി എടുത്തുകൊണ്ടാണ് എവിടെ അടയ്ക്കുന്ന ഒരു ഐഡിയ ഇല്ല. അതിനുശേഷം മാർട്ടിയറായതാണ് യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ തല ഛേദിച്ചു കളഞ്ഞു. സഹോദരൻ അടക്കാൻ നേരത്ത് തല വേറെ. പത്രോസിനെ എൻ്റെ യജമാനെ പോലെ ആയിട്ട് തല കീഴാക്കി ക്രൂശിച്ചതാണ് ചരിത്രം പറയുന്നത്. നമ്മുടെ മഹാഭാരതത്തില് തോമസിനെ അമ്പ ചെയ്തിട്ട്, ഇവിടെ നമുക്കറിയാലോ മദ്രാസില് മൈലാപ്പൂർ, അമ്പ ചെയ്തിട്ട് മരിക്കാതായിപ്പോ 2 കുതിരകളെ കാലിൽ കെട്ടി വലിച്ചു കീറുകയായിരുന്നു. അപ്പോസ്തലന്മാർ ഫസ്റ്റ് സെഞ്ചുറി, സെക്കൻഡ് സെഞ്ചുറി വിശുദ്ധന്മാരിൽ യോഹന്നാൻ മാത്രമേ സാധാരണ ഒരു മരണം അനുഭവിച്ചു. ഇതെല്ലാം എഴുതിയ പൗലോസിന് എവിടെ അടയ്ക്കുന്നു ഒരു ചരിത്രവും പറഞ്ഞിട്ടില്ല. ഇതാ പുതിയ നിയമത്തിന്റെ പഴയ നിയമത്തിന്റെ തമ്മിൽ ഡിഫറൻസ്. ഈ 2 കാര്യങ്ങൾ തമ്മിൽ ഒന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യണമെങ്കിൽ, വേർതിരിച്ചറിയണമെങ്കിൽ ദൈവത്തിന്റെ ജ്ഞാനം, വിസ്ഡം ആവശ്യമാണ്. ഇതില്ലാത്തവരാണ് ഈ പ്രോസ്പെരിറ്റി തിയോളജി പ്രസംഗിക്കുന്നവരുടെ നെറ്റില് വശീകരണത്തിൽ വലഞ്ഞു പോകുന്നത്. ഒരു സൈഡില് യോഹന്നാൻ സ്നാപനം തുടങ്ങി ഇങ്ങോട്ട് പറയുമ്പോൾ, അത് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളും ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ലെന്ന്. എന്നാൽ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവൻ. പക്ഷെ കിട്ടുന്നതോ വലിയ പേരെടുത്ത് അടക്കമെന്നല്ല. ഇപ്പൊ വലിയ വലിയ പ്രമുഖന്മാരുടെ വലിയ ശുശ്രൂഷകളൊക്കെ കാണുമ്പോൾ അനുഗ്രഹീതമായിരുന്ന ശുശ്രൂഷയായിരുന്നു. യോഹന്നാൻ എന്താ അനുഗ്രഹം ഉണ്ടായ, സ്റ്റെഫാൻ എന്താ അനുഗ്രഹം ഉണ്ടായ, പൗളിന് എന്താ അനുഗ്രഹം ഉണ്ടായ, യാക്കോബിന് എവിടെ അനുഗ്രഹീതമായ അടക്കം കിട്ടിയത്? ഇതൊക്കെ നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ പറയാ, വഞ്ചിക്കപ്പെടാതിരിക്കാൻ. ലോക മനുഷ്യരുടെ കണ്ണ് അതേ ഉള്ളൂ, അവർ കണ്ണ് തുറന്നിട്ടില്ല. അപ്പോൾ ഞാൻ ചെറിയത് സബ്ജക്റ്റ് നിന്ന് അല്പമായിട്ടത് ഡീവിയേറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ അടുത്ത ആഴ്ചകളിൽ ഫേസ് ചെയ്യാൻ പോകുന്നൊരു കാര്യത്തെ കുറിച്ചുകൂടി പറഞ്ഞതേ ഉള്ളൂ. വി നീഡ് ദ വിസ്ഡം ഓഫ് ഗോഡ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. അടുത്ത ഒടുവിൽ എന്നൊരു വാക്കിന് ഈ എഫേസ്യ ലേഖനത്തിന്റെ 4-ാം അധ്യായം തുടങ്ങി, അതുപോലെ തന്നെ കൊളോസ്യ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിലെ ബാക്കിയുള്ള വാക്യങ്ങൾ തുടങ്ങി പല കാര്യങ്ങൾ ചിന്തിക്കണം. ഈ ഒടുവിൽ എങ്ങനെ നമുക്ക് കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടാം. കാരണം അടുത്ത കാര്യം പറയാൻ പോകുന്നത് ദൈവത്തിന്റെ സർവായുധ വർഗം എങ്ങനെ ധരിക്കാം, ഇത് ധരിച്ചിട്ട് എങ്ങനെയാണ് സകല ശത്രുക്കളെ കാൽ കീഴാക്കുന്നത് എന്ന കാര്യം പറയാൻ പോകുന്നത്. ഇപ്പൊ പറയും നിങ്ങൾ ഈ പാസ്റ്റിന് ഈ ആത്മീയ യുദ്ധങ്ങളെ കുറിച്ച് മാത്രം പറയാനുള്ളൂ, വേറെ ഒന്നുമില്ലേ. അപ്പോസ്തലന്മാർ എവിടെയാ യുദ്ധം ചെയ്തത്?
പോള് മാത്രം അല്പം പറഞ്ഞിട്ടുണ്ട് എഫേസിലെ യുദ്ധത്തെ കുറിച്ച് കൊണ്ട്. പോളിന് കൂട്ടിലൊന്നും ഇട്ടിട്ടില്ല. സ്തോത്രം. ഇന്ന് മിക്കവരും വലിയ വലിയ പേരെടുക്കുന്ന ശുശ്രൂഷകന്മാരൊക്കെയും തന്നെ ഈ ആത്മീയ യുദ്ധത്തിൽ പരാജയപ്പെട്ട് ആയുധം വെച്ച് സേറ്റാനോട് കോംപ്രമൈസ് ആയി പോയിരിക്കുകയാണ്. കാരണം ഉറക്കം കെടും, സ്വസ്ഥത കെടും, തലവലിക്കും, തൻ്റെ കൂടെയുള്ള വിശ്വാസികളുടെ മരണം വഹിക്കേണ്ടി വരും, രോഗം വഹിക്കേണ്ടി വരും നിലനിർത്തണമെങ്കിൽ. ഇവിടെയൊക്കെ വരുമ്പോഴുണ്ടല്ലോ, ഇവിടെ പേരും പ്രശംസയും നല്ല കിട്ടുന്നത് ക്രിസ്തുവിന് കിട്ടിയ അതേ നിന്നയാണ് കിട്ടുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ട് ത്യജിക്കപ്പെട്ട് വ്യസനപാത്രമായി രോഗം ശീലിച്ചവനുമായിരുന്നു. ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിന്റെ സുവിശേഷം വിശ്വസിച്ച് ആ പാത അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവരോട് ഞാൻ നേരത്തെ അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇതാണ്. ഇത് അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകണ്ടൂ. പലരും നിങ്ങൾ കാണുമ്പോൾ വലിയ സ്റ്റേജുകൾ, വലിയ ആൾക്കൂട്ടം, വലിയ ത്രില്ലിലുള്ള ആരാധനകൾ ഇതൊക്കെ കാണുമ്പോഴായിരിക്കും അവിടെയാണ് ദൈവം വസിക്കുന്നത്. നോ, പാളയത്തിന് പുറത്തോ ക്രിസ്തു. അവിടെ നിന്ദകളും ചീഞ്ഞു നടന്ന നാറ്റങ്ങളുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ഇതിനൊരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. എന്താണ് പോളി ഒടുവിൽ എന്നൊരു വാക്കുമേ? ഫൈനലി മൈ ബ്രദർ, ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ ദ പവർ ഓഫ് ഹിസ് മൈറ്റ്. നമുക്ക് ഈ സകല ശത്രുക്കളെ കാൽ കീഴാക്കണമെങ്കിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും. അമിതം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് വിത്തൗട്ട് എൻഡ്. എത്രയോ അതിനോട് എതിർക്കാൻ ഒന്നുമില്ല. പക്ഷേ അത് ലഭിക്കുവാനുള്ള ഒരുക്കമാണ് ഞാൻ ഇത്രയും നാളത്തെ ക്ലാസ്സുകൾ കൊണ്ടെടുത്തത്. ദിസ് ഇസ് 70th ക്ലാസ്സാണ്. 69 ക്ലാസ്സുകളിൽ കൂടെയും നാം കടന്നു പോകുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് വരുവാനാണ്. എന്താ? സകല ശത്രുക്കളും തൻ്റെ കാൽ കീഴാവോളം അവൻ അവിടെ 110-ാം സംഖ്യത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. ആക്കി തരുന്നത് നമ്മുടെ കഴിവൊന്നല്ല. ആരും തന്റെ വിൽ പവർ കൊണ്ട് ഇതിനോട് യുദ്ധം ചെയ്യാൻ പോകണ്ട. ആർക്കും തന്നെ സാധ്യമല്ല. ഒരു ഉറുമ്പിനെ പോലും നിനക്ക് കീഴ്പ്പെടുത്താൻ സാധ്യമല്ല ആത്മീയ ഗോളത്തില്. പക്ഷേ ക്രിസ്തു നിന്നിലുണ്ടെങ്കിലോ നീ അവനോട് കൂടെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനാണ്. ക്രിസ്തു നിന്നോട് കൂടെ നീ ക്രിസ്തുവിലാണെങ്കിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും നീയും ആയുധം വർഗം വെപ്പിച്ചവനാ. ക്രൂശിൽ അവിടെ നീയും ജയഘോഷം കൊണ്ടാടിയവനാ. ഇല്ലെങ്കിലോ ഒന്നുമില്ല. മിണ്ടാതിരിക്കുക. കർത്താവേ, എനിക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തരണം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവാൻ അത് ചെയ്തിട്ട് അത് കിട്ടിയിട്ട് മതി. അത് കിട്ടിയിട്ട് മതി. അത് കിട്ടുവാനുള്ള ഒരുക്കമാണ് ആവശ്യം. അത് കിട്ടുവാനുള്ള ഒരുക്കം, അതിൽ ക്രിസ്തുവിനെ ഭക്ഷിക്കേണ്ട ആവശ്യകതയുണ്ട്. നമ്മുടെ പ്രാർത്ഥനയുടെ കഴിവല്ല. അതുകൊണ്ട് നാളെ തുടങ്ങി പറഞ്ഞില്ല പാസ്റ്റ് പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞു അങ്ങ് ചിന്തിക്കുകയേ ചെയ്യരുത്. വളരെ ആവശ്യമാണ് ഉയരത്തുനിന്നുള്ള ശക്തി. അതാ യേശു തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഉയരത്തുനിന്ന് ശക്തി പ്രാപിക്കുവോളം നിങ്ങൾ ഈ യേശുവിനെ തന്നെ പോവാതിരിക്കുക. യേശുവിൽ നിന്ന് വാങ്ങിപ്പോകാതെ എൻ്റെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കുക. ഇത് ഒരു പ്രാവശ്യം കിട്ടുന്നതല്ല. നമുക്ക് ഓരോ കാര്യത്തിനും, ഓരോ ഇൻസ്റ്റൻസിനും, ഓരോ സംഭവങ്ങളെയും ഓവർകം ചെയ്യുവാൻ. അത് വാർഫെയർ തന്നെയല്ല, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വരുന്ന വിഷയങ്ങൾ, നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റാത്ത ദുഃഖങ്ങൾ, വിഷയങ്ങൾ വരുമ്പോഴും അവിടെയൊക്കെ മന്ന റെഡിയാണ്. ജസ്റ്റ് ആസ്ക് ഫോർ ദ ലോർഡ്. ആ കൃപാസനത്തിനടുത്തേക്ക് ധൈര്യത്തോടെ കടന്നു ചേരാൻ നമ്മുടെ ക്വാളിറ്റി കൊണ്ടല്ല, നാം വിശ്വസിക്കുന്നവൻ്റെ ക്വാളിറ്റി കൊണ്ട്. ഞാൻ പല പ്രാവശ്യം പറയാറുണ്ടല്ലോ, ഈജിപ്തിൽ മിസ്രൈം ദേശത്ത് വെച്ച് അവർക്ക് പെസയും ചോരത്തള്ളിയും കൊടുത്തപ്പോൾ ആ വീടിൻ്റെ കട്ടളപ്പടിമേലും കുറുമ്പടിമേലും ആ പെസ കുഞ്ഞാടിൻ്റെ ചോര തെളിക്കാൻ പറഞ്ഞു. യഹോവ അന്ന് രാത്രി കടന്നു പോകുമ്പോൾ അവൻ്റെ അകത്തിരിക്കുന്നവൻ്റെ ഗുണമല്ല നോക്കിയത്, ആ കട്ടളപ്പടിമേലും കുറുമ്പടിമേലും തേച്ചിരിക്കുന്ന വരുവാനുള്ള തൻ്റെ പുത്രൻ്റെ, ഈ യഹോവയുടെ തന്നെ, യഹോവ തന്നെയല്ലയോ മനുഷ്യപുത്രനായിട്ടാണ് വന്നത്. അത് തൻ്റെ ഓമന പുത്രൻ്റെ രക്തത്തിൻ്റെ നീളായിരിക്കുന്ന ഡിവൈൻ ജസ്റ്റിസ് സാറ്റിസ്ഫാക്ഷൻ വരുത്താൻ പോകുന്ന തൻ്റെ പുത്രൻ്റെ രക്തത്തിൻ്റെ അടയാളമാണ് നോക്കുന്നത്, അകത്തിരിക്കുന്നതിൻ്റെ ഗുണമല്ല.
പക്ഷെ ഒരു വാക്യം പറഞ്ഞു, അന്ന് രാത്രി ആരും തന്നെ വീടിന് പുറത്തു പോകരുത്. ദാറ്റ് മീൻസ് യുവർ പ്രൊട്ടക്ഷൻ ബേസ്ഡ് ഓൺ ദ അറ്റോൺമെൻറ്റ് ഓൺലി, നോട്ട് യുവർ പവർ, നോട്ട് യുവർ ഓൺ പവർ, നിൻ്റെ സ്വന്തം കഴിവിനാലല്ല. അപ്പോൾ ഈ ഒരു വാക്യം നമ്മളിൽ ഒരുങ്ങുവാൻ തക്കവണ്ണം കുറച്ച് കാര്യങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഇവിടെയാണ് അപ്പസ്തോലന്മാർ വിശ്വാസി, ഭാര്യ ഭർത്തൃബന്ധം, ഇത് പറയുമ്പോൾ തന്നെ ആരുമനോട് ഇടറുവാൻ ഒരുങ്ങരുത്. ഞാനൊരു സഹോദരിയോട് ഒരു കാര്യം പറഞ്ഞൊരു സഹോദരി വിശ്വാസത്തെ ത്യജിച്ചു. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യം, എന്നേക്കാൾ അധികമായിട്ട് അപ്പനെ അമ്മയെ സ്നേഹിക്കുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധ്യമല്ല. എന്നേക്കാൾ അധികം ഭാര്യ കുഞ്ഞുങ്ങളെ സഹോദരിക്കുന്നവനെ സ്നേഹിക്കുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധ്യമല്ല. എന്നേക്കാൾ അധികമായി സ്വന്തം ജീവനെ തന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ. ഇതെന്ത് പാസ്റ്ററാണ് പഠിപ്പിക്കുന്നത്? ഇങ്ങനെയുള്ള പാസ്റ്ററാണ് എന്നെ സ്നാനപ്പെടുത്തിയത്. ഗുഡ് ബൈ. മനസ്സിലാകുന്നില്ല. കൃപ ലഭിച്ചവർക്ക് ഇതൊക്കെ മനസ്സിലാവുകയുള്ളൂ. പക്ഷെ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്, നീ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെയുള്ള വാക്യങ്ങൾ കേൾക്കുമ്പോഴാണ് കഠിന വാക്കെന്ന് പറഞ്ഞു പോകുന്നത്. ഹാർഡ് സൈൻസ് ഓഫ് ദ ബൈബിൾ എന്ന് പറഞ്ഞുകൊണ്ട് 6-7 എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊന്നാണ് ഞാൻ പ്രതി ഈ എൻ്റെ മാംസത്തിനകത്ത് എൻ്റെ രക്തം കുടിക്കാതെയും എനിക്ക് ജീവനില്ല എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഒന്നാണ് ഈ വാക്യം പറഞ്ഞത്, മത്തയു 10:37 പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും എങ്ങനെ ശക്തിപ്പെടാം, എങ്ങനെ നമുക്ക് അവൻ്റെ അമിത ബലത്തിലാകാം, ഇതൊക്കെ ദൈവം കൃപച്ചാൽ അടുത്ത ക്ലാസ്സിൽ തുടങ്ങി നമുക്ക് ചിന്തിക്കാം. ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവം സ്വർഗീയ പിതാവേ, നിന്റെ സ്നേഹത്തിനായി കരുതലിനായ സ്തോത്രം. കർത്താവ് നിന്റെ ശബ്ദം കേൾക്കുന്ന ജനത്തെ അടിനോട് നീ കൃപ കാണിക്കുന്നത് പോലെ കർത്താവ് നിന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവാൻ നിന്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം നീ ഒരുക്കിയാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഴിവുകളല്ല കർത്താവ്, നിന്റെ കൃപ കൊണ്ട് കവിഞ്ഞാട്ടെ. ഇസ്രായേലിൽ നിന്റെ നാമത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം.